ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയേക്കും. ഈ മാസം 3-ന് മുൻപ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടത്. ADGPക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് DGP കൈമാറുകയെന്നാണ് വിവരം. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയതിനു ശേഷം ADGPക്കെതിരെ നടപടിയെടുക്കുമെന്നും വിവരമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ നൽകും വിശദാംശങ്ങൾ. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ അജിത് കുമാറിനെതിരായ DGPയുടെ റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തുമെന്നറിയുന്നു. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ റിപ്പോർട്ട് എപ്പോൾ കൈമാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തോടു കൂടി തന്നെയായിരുന്നു ഇരുന്നത്. ഏതായാലും ഇന്നിപ്പോൾ റിപ്പോർട്ട് കൈമാറുമെന്ന് അറിയുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഉടൻ തിരിച്ചെത്തിയാൽ ADGPക്കെതിരായ നടപടി ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. വിവരങ്ങൾ. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രകാരം 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു. അതനുസരിച്ച് 3-ാം തീയതി, അതായത് വ്യാഴാഴ്ച അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി. പക്ഷേ നാളെ ഔദ്യോഗികമായ അവധിയാണ്. വ്യാഴാഴ്ച ക്യാബിനറ്റ് കൂടാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റിൽ ഈ റിപ്പോർട്ട് വരണമെങ്കിൽ അതിനു മുൻപ് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കിട്ടണം. ആ രീതിയിലാണ് ഇന്ന് DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. അത്തരമൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ക്യാബിനറ്റിൽ വിഷയം ചർച്ച ചെയ്ത് ADGPക്കെതിരെയുള്ള നടപടിയിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വ്യാഴാഴ്ചയാണ് ക്യാബിനറ്റ് കൂടുക. ക്യാബിനറ്റിൽ പ്രധാനമായി ADGPക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് പ്രാഥമികമായി കണ്ടെത്തിയാൽ പോലും, അല്ലെങ്കിൽ തുടരന്വേഷണം വേണമെന്നുള്ള നിർദ്ദേശം DGPയുടെ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ പോലും ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാവുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം നമുക്ക് പ്രതീക്ഷിക്കാം. 4-ാം തീയതി ക്യാബിനറ്റ് കൂടുമ്പോഴോ അല്ലെങ്കിൽ അതിനു മുൻപോ തന്നെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നുള്ള പോസ്റ്റിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മറ്റ് അച്ചടക്ക നടപടികൾക്ക് പിന്നീട് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഉണ്ടാകാൻ സാധ്യത. ഏറ്റവും ആദ്യം ഉണ്ടാകാൻ സാധ്യത ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക. കാരണം ഘടകകക്ഷിയായ CPI അടക്കം ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യം പരസ്യമായി പ്രതികരിച്ചു കഴിഞ്ഞു. ADGPയെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ CPIക്ക് സംശയമില്ല എന്നുള്ള നിലപാടാണ് CPI തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 5-ാം തീയതി, അതായത് വെള്ളിയാഴ്ച മുതൽ 4-ാം തീയതി മുതൽ നിയമസഭ ആരംഭിക്കാൻ പോവുകയാണ്. നിയമസഭയിൽ പ്രതിപക്ഷത്തിനോടൊപ്പം CPIക്കും സമാനമായ വിമർശനങ്ങൾ ഒരുപക്ഷെ നിയമസഭയിൽ വന്നാൽ അത് സർക്കാർ CPM കടുത്ത പ്രതിരോധത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് CPI ഘടകകക്ഷികളായ CPI അടക്കം വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള നടപടി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ചയ്ക്ക് മുൻപ്, വ്യാഴാഴ്ചയോടുകൂടി നടപടി എടുക്കണമെങ്കിൽ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തേണ്ടതുണ്ട്. ശ്രുതി, തുളസി. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.